ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കലാ, സാഹിത്യം, സാംസ്കാരികം, സിനിമ, സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ഇതിന്റെയൊക്കെ നമ്മൾ ഒരു സെറ്റ് POക്ക് നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ അടുത്ത സെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 50 നമ്മൾ ചെയ്തു. ഇനി നമുക്കൊരു 30 ചോദ്യം, 30-33 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ശരി, പെട്ടെന്ന് ചെയ്യാം. ആരംഭിച്ചാട്ടെ. ഇന്ത്യ ഗവൺമെന്റ് എന്ന ചിഹ്നം, രൂപയുടെ ചിഹ്നം, രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നതാണ് ചോദ്യം. ഓക്കെ, എപ്പോഴാണ് സ്വീകരിച്ചത് പിള്ളേരെ? 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് സ്വീകരിച്ചത്. ഓക്കെ, എടാ, ഈ ഒരു ചിഹ്നം ഡിസൈൻ ചെയ്ത ആളുടെ പേര് D. ഉദയകുമാർ എന്നാണ്. ആളുടെ പേര് മറക്കണ്ട, D. ഉദയകുമാർ എന്നാണ്. D. ഉദയകുമാർ എന്നാണ് ആളുടെ പേര്, അല്ലേ? ഓക്കെ, D. ഉദയകുമാർ എന്നാണ് ആളുടെ പേര്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ ഈ പറയുന്ന കറൻസിയിൽ, ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്ന ആരാണ്ടാ ഒപ്പിടുന്നത്? ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്നത് RBI ഗവർണറാണ്, അല്ലെ? RBI ഗവർണറാണ്. RBI ഗവർണറാണ് ഒപ്പിടുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണെന്നും അദ്ദേഹം എത്രാമത്തെ ആളാണെന്നത് പറഞ്ഞേ. ഇപ്പോഴത്തെ RBI ഗവർണർ 25-ാമത്തെ ആളാണ്. 25-ാമത്തെ ആളാണ്. ആളുടെ പേര് ശക്തികാന്ത് ദാസ് എന്നാണ്, അല്ലെ? ശക്തികാന്ത് ദാസ് എന്നാണ് ആളുടെ പേര്. 25-ാമത്തെ RBI ഗവർണറുടെ പേര് ശക്തികാന്ത് ദാസ് എന്നാണ്. ഓക്കെ, 24-ാമത്തെ RBI ഗവർണറുടെ പേര് എന്താണ്? 24. അവിടെ 24-ാമത്തെ RBI ഗവർണറുടെ പേര് ഊർജിത് പട്ടേൽ എന്നാണ്, അല്ലെ? 24-ാമത്തത് ഊർജിത് പട്ടേൽ എന്നാണ്. 24-ാമത്തെ ആളുടെ പേര് ഊർജിത് പട്ടേൽ എന്നാണ്. ഓക്കെ, 23-ാമത്തെ ആളുടെ പേര് എന്താ? 23-ാമത്തെ ആളുടെ പേര് അവിടെ 23-ാമത്തെ ആളുടെ പേര് രഘുറാം രാജൻ എന്നാണ് 23-ാമത്തെ ആളുടെ പേര്. ഓക്കെ, അപ്പൊ ഏറ്റവും ഒടുവിലത്തെ 3 റിസർവ് ബാങ്ക് ഗവർണർമാര്, 25-ാമത്തെ ആൾ ശക്തികാന്ത് ദാസ്, 24-ാമത്തെ ആള് ഊർജിത് പട്ടേൽ, 22-ാമത്തെ ആള് രഘുറാം രാജനാണ്. ഓക്കെ, ഇന്ത്യൻ കറൻസിയിൽ എത്ര ലാംഗ്വേജിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ കറൻസിയിൽ എത്ര ലാംഗ്വേജിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ? ഇന്ത്യൻ കറൻസിയിലെ 17 ലാംഗ്വേജുകളിൽ, 17 ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അതില് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബോക്സ് ഉണ്ടല്ലേ, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്താണെങ്കിൽ 15 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോക്സിനകത്താണെങ്കിൽ 15 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ബോക്സിനകത്തുള്ള 15 ഭാഷകൾ ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത് ആസാമീസ് ആണ്. ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, മലയാളം എത്രാമതാണ്? മലയാളം 7-ാമതാണ്, അല്ലേ? മലയാളം 7-ാമതാണ്. ഓക്കെ, 5-ാമത് ആർക്കണം? അത് 5-ാമത് കള്ളനോട്ടായിരിക്കും കേട്ടോ. 5-ാമത്തെ ഭാഷ മലയാളമാണെങ്കിൽ ആർക്കോ അത് ഓർഡർ അറിയാതെ അടിച്ചതാണ്. ആരാണ് 5-ാമത്തത് പറഞ്ഞത്? രജിലയാണോ? അല്ല. ഓക്കെ, രാഗി ചെയ്ത കള്ളനോട്ടാണ്. ഓക്കെ, വളരെ 7-ാമത്തെ ഭാഷയാണ് മലയാളം. ഓക്കെ, ക്ലിയർ ആണല്ലോ. 15-ാമത്തെ ഭാഷ ഏതാണ്? 15-ാമത്തെ ഭാഷ 15-ാമത്തെ ഭാഷ മലയാളമാണ്. മലയാളമല്ല, ഉറുദു ആണ്. 15-ാമത്തെ ഭാഷ ഏതാണ്ട് ഉറുദു ആണ്. 15-ാമത്തെ ഉറുദു. ഓക്കെ, അപ്പൊ ടോട്ടൽ 17, ബോക്സിനകത്ത് 15. 15-ൽ ആദ്യം ആസാമീസ്. 15-ൽ ആദ്യം ആസാമീസ് ആണ്. ഓക്കെ, 7-ാമത്തെ ഭാഷയാണ് മലയാളം. 7-ാമത്തെ ഭാഷ മലയാളം. ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ഏത്? ഉറുദു. ഏറ്റവും ഒടുവിലായിട്ടാണ് ഉറുദു ഉള്ളത്. ഇനി നമുക്ക് അതിലെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള വിദേശ ഭാഷ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? നേപ്പാളിയാണ്, അല്ലെ? നേപ്പാളീസ് ആണ്. നേപ്പാളി ഭാഷയാണ്. നമ്മൾ നേപ്പാളി ഭാഷയാണ് രേഖപ്പെടുത്തിയിട്ടുള്ള വിദേശ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഈ ബോക്സിനകത്ത് ഇംഗ്ലീഷും മലയാളം, അല്ല, ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ടാണ്. ഈ ബോക്സിനകത്ത് ഇംഗ്ലീഷും ഹിന്ദി ഉണ്ടോ? ഇല്ല, ബോക്സിനകത്ത് ഇംഗ്ലീഷും ഹിന്ദി ഇല്ല കേട്ടാ. ഇംഗ്ലീഷും ഹിന്ദിയും പുറത്താണ് കേട്ടോ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. കണ്ടുപിടി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങളിത് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതായത് വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ് ശരിയാണോ? വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ് ശരിയാണ്. ഓക്കെ. അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ശരിയാണോ?
അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെറ്റാണ്. ഓക്കെ, അവിൽപ്പൊതി ആരുടേതാണ്? അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ നായരുടേതാണ്. വി കെ ഗോവിന്ദൻ നായരുടെയാണ് അവിൽപ്പൊതി. അത് പറഞ്ഞുതരാം. അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ നായരാണ്. ഓക്കെ. മുത്തശ്ശി എൻ ബാലാമണി അമ്മ ശരിയാണോ? മുത്തശ്ശി എൻ ബാലാമണി അമ്മ ശരിയാണ്. മുത്തശ്ശി എൻ ബാലാമണി അമ്മ ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ് ശരി. ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനി ഈ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ കവിത ഏതെന്നറിയാവോ? 1959 ഒരു കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്, ഒരു കവിതയ്ക്ക്. അത് 1959 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിതയാണ് കളിയച്ചൻ. ഏതാ പിള്ളേരെ? കളിയച്ചൻ എന്ന കവിതയ്ക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. കളിയച്ചൻ എന്ന കവിതയ്ക്കാണ്. കളിയച്ചൻ. ഓക്കെ. കളിയച്ചൻ എന്ന കവിത എഴുതിയത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ കവിത കളിയച്ചൻ. കളിയച്ചൻ എന്ന കവിത എഴുതിയ ആരാണ്? ഞാൻ വേറൊരു ചോദ്യം പറഞ്ഞുതരാം. അദ്ദേഹത്തെയാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. പിള്ളേരെ പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായരാണ് കളിയച്ചൻ എന്ന കവിത എഴുതിയത്. പി കുഞ്ഞിരാമൻ നായരാണ് കളിയച്ചൻ എന്ന കവിത എഴുതിയത്. പി കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ. 1959 ആദ്യത്തെ ഏത് പുരസ്കാരം ലഭിക്കുകയുണ്ടായി? ആദ്യത്തെ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു അവിൽപ്പൊതി. അവിൽപ്പൊതി ആരുടേതാണ്? അവിൽപ്പൊതി 1965 അവിൽപ്പൊതി 1965 വി കെ ഗോവിന്ദൻ നായർക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? അവിൽപ്പൊതി. ഓക്കെ. വി കെ ഗോവിന്ദൻ നായർ 1965 വി കെ ഗോവിന്ദൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് അവിൽപ്പൊതി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഈ വിശ്വദർശനം ശങ്കരക്കുറുപ്പിന് ഏത് വർഷമാ ഇത് നേടിക്കൊടുത്തെന്നറിയോ? ശങ്കരക്കുറുപ്പിന് 1961 ശങ്കരക്കുറുപ്പിന് ലഭിച്ചത്. ഓക്കെ. അതുപോലെ ബാലാമണി അമ്മയ്ക്ക് 1963 ബാലാമണി അമ്മയ്ക്ക് 1963 ഈ പറയുന്ന എന്ത് മുത്തശ്ശി എന്ന കവിതയ്ക്ക് ബാലാമണി അമ്മയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം 1963 വിശ്വദർശനം എന്ന കവിതയ്ക്ക് ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ച വർഷം 1961 അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ നായരാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് നേടിക്കൊടുത്ത കൃതി എന്നറിയാവോ? വെണ്ണിക്കുളം മായി തുടങ്ങി നായിൽ അവസാനിക്കുന്ന ഒരു കൃതിയാണ്, ഒരു കവിതയാണ്. മായി തുടങ്ങി നായിൽ അവസാനിക്കും. ഓക്കെ. അതിലൊരു പെൺകുട്ടിയുടെ പേരുണ്ട്. ലാസ്റ്റ് 2 വാക്ക്. ആ പേരുള്ള പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ. നായ എന്ന് പറയുമ്പോ തന്നെ മായ ദർശനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കണേ. ഒരു പഴയ കാലത്തൊരു പാട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്ന. പിള്ളേരെ മാണിക്യ വീണ. ഇത്രയും ക്ലൂ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചില്ലല്ലേ ഒരാളാണ്. അച്ഛനെ കണ്ടുപിടിച്ചില്ലേ? മാണിക്യ വീണ കേട്ടോ. മാണിക്യ വീണ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. അപ്പൊ പിന്നെ വീണ അറിയാമെങ്കിൽ ഇപ്പൊ പറഞ്ഞേന. ഓക്കെ. മാണിക്യ വീണയാണ് കേട്ടോ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഏത്? മാണിക്യ വീണ. ഓക്കെ അല്ലേ? ഇയർ 1966 മാണിക്യ വീണയ്ക്ക് അവാർഡ് കിട്ടിയത്. ഓക്കെ. 1966 മാണിക്യ വീണയ്ക്ക് അവാർഡ് കിട്ടിയത്. ഓക്കെ. കൃഷ്ണേന്ദു അസിസ്റ്റന്റ് ക്ലാസ്സിന് കയറക്കല്ലേ? കൃഷ്ണേന്ദു രാവിലെ സാർ എനിക്ക് എക്സാം ആയിരുന്നു, ഞാൻ അതുകൊണ്ട് ലീവ് എടുത്തത്. എവിടെ നിന്ന് ലീവ് എടുത്തത്? കോളേജിൽ ലീവ് എടുത്തോ? ഇവിടെ PSC ലീവ് എടുത്തോ? അല്ല, കോളേജിൽ എക്സാം ആയിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയാ? പൊട്ടോ കിട്ടോ? ജയിപ്പിച്ചാ കിട്ടുമായിരിക്കും. ഓക്കെ, ജയിപ്പിക്കട്ടെ. ശരി. ഓക്കെ, ശരി. അപ്പൊ പിള്ളേർ അതൊക്കെയാണ്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് തിരഞ്ഞെടുത്തേ. ഒന്നാം EMS മന്ത്രിസഭ. പിള്ളേർ നോക്കാം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം ശരിയാണോ തെറ്റാണോ? PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം ശരിയാണ്. ഓക്കെ.
ബി ആർ കൃഷ്ണയ്യർ വ്യവസായം ശരിയാണോ തെറ്റാണോ? ബി ആർ കൃഷ്ണയ്യർ വ്യവസായം തെറ്റാണ്. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് കെ പി ഗോപാലനാണ് അല്ലേ? കെ പി ഗോപാലനാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഓക്കെ. ബി ആർ കൃഷ്ണയ്യര് നിയമം, വൈദ്യുതി, ജലസേചനം, ജയിൽ, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. നിയമം, വൈദ്യുതി, ജലസേചനം, ജയിൽ, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യം ശരിയാണോ തെറ്റാണോ? ഞാൻ എ ആർ മേനോൻ ആരോഗ്യം, എ ആർ മേനോൻ ആരോഗ്യം ശരിയാണ്. എ ആർ മേനോൻ ആരോഗ്യം ശരിയാണ്. ഓക്കെ. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതോടെ 1ഉം 3ഉം. 1ഉം 3ഉം എന്ന് പറയുമ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ഞാനൊരു പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ മിനിസ്റ്റർ എന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എത്ര പേരുണ്ടായിരുന്നു ഒന്നാമത്തെ മിനിസ്ട്രിയിൽ? ഫസ്റ്റ് കേരള മിനിസ്ട്രിയിൽ 11 പേര്. EMS മുഖ്യമന്ത്രി, EMS മുഖ്യമന്ത്രി, EMS മുഖ്യമന്ത്രി. ഓക്കെ. 11 മന്ത്രിമാരുടെ പേരെന്ന് പറഞ്ഞു പോയി. 10 മന്ത്രിമാരുണ്ട്. ഓക്കെ. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് സി അച്യുത മേനോൻ. സി അച്യുത മേനോൻ എന്തായിരുന്നു വകുപ്പ്? സി അച്യുത മേനോൻ പിള്ളേരെ സി അച്യുത മേനോൻ ധനകാര്യം. സി അച്യുത മേനോൻ ധനകാര്യം. സി അച്യുത മേനോൻ ധനകാര്യം അല്ലേ? നമ്മൾ അച്ഛൻ്റെ അടുത്താണ് ധനകാര്യ കാര്യങ്ങൾക്കൊക്കെ പോയി ചോദിക്കുന്നതെന്ന് ഓർത്തത്. സി അച്യുത മേനോൻ ധനകാര്യം. ഓക്കെ. അടുത്ത് കെ പി ഗോപാലൻ. കെ പി ഗോപാലൻ. കെ പി ഗോപാലൻ എന്താ? കെ പി ഗോപാലൻ പിള്ളേരെ കെ പി ഗോപാലൻ വ്യവസായമാണ്. കെ പി ഗോപാലൻ വ്യവസായം. കെ പി ഗോപാലൻ വ്യവസായം. ഗോപാലട്ടൻ വ്യവസായം. ഓക്കെ. അടുത്ത കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മയുടെ വകുപ്പുകള് പിള്ളേര് കെ ആർ ഗൗരിയമ്മയുടെ വകുപ്പുകള് റവന്യൂ, എക്സൈസ്. റവന്യൂ, എക്സൈസ്. റവന്യൂ, എക്സൈസ്. കെ ആർ ഗൗരിയമ്മയുടെ വകുപ്പുകള് റവന്യൂ, എക്സൈസ് ആണ്. റവന്യൂ, എക്സൈസ്. കെ ആർ ഗൗരിയമ്മ റവന്യൂ, എക്സൈസ്. അടുത്ത് 4ാമത്തെ ആള് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം മാത്രം പറഞ്ഞാൽ പോരെ പിള്ളേരെ? ഒരു പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിനുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല സഹകരണവും ഉണ്ട്. വിദ്യാഭ്യാസം, സഹകരണം ജോസഫ് മുണ്ടശ്ശേരി അല്ലേ? വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ. അടുത്ത 5ാമത്തത് ടി വി തോമസ്. ടി വി തോമസ്. ടി വി തോമസ്. ടി വി തോമസ് തൊഴില് ഗതാഗതം. ടി വി തോമസ് തൊഴില് ഗതാഗതം. ടി വി തോമസ് തൊഴില് ഗതാഗതം. ഓക്കെ. ടി വി തോമസ് തൊഴില് ഗതാഗതം. ഓക്കെ. അടുത്ത 6ാമതായിട്ട് പി കെ ചാത്തൻ മാസ്റ്റർ. നമ്മൾ പറഞ്ഞു പി കെ ചാത്തൻ മാസ്റ്റർ എന്താണ്? പി കെ ചാത്തൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണമാണ് പി കെ ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണം. ഓക്കെ. അടുത്ത് ടി എ മജീദ്. ടി എ മജീദ്. പിള്ളേരെ മജീദ് മരാമത്ത് എന്ന് ഓർത്തോണം. ടി എ മജീദ് പൊതുമരാമത്ത്. ടി എ മജീദ് പൊതുമരാമത്ത്. ടി എ മജീദ് പൊതുമരാമത്ത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 8ാമതായി കെ സി ജോർജ്. കെ സി ജോർജ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജോർജ് ഓഫ് ദി ജംഗിൾ എന്നൊക്കെ പറഞ്ഞ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ജോർജ് ഓഫ് ദി ജംഗിൾ അതായത് വനം ഭക്ഷ്യം അല്ലെ? വനം ഭക്ഷ്യം. വനം വകുപ്പ് ഭക്ഷ്യവകുപ്പാണ് കെ സി ജോർജ്. വനം വകുപ്പ് ഭക്ഷ്യവകുപ്പാണ് കെ സി ജോർജ്. 9ാമത്തത് വി ആർ കൃഷ്ണയ്യർ. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? നിയമമുണ്ട്, വൈദ്യുതി ഉണ്ട്. നിയമവും വൈദ്യുതിയുമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ അല്ലേ? നമ്മൾ വയർ വൈദ്യുതി എന്നൊക്കെ ഓർത്ത് വെച്ച് നേടാം. നിയമവും വൈദ്യുതിയും. ഓക്കെ. അടുത്ത 10ാമത്തത് എ ആർ മേനോൻ. ഓക്കെ. 10ാമത്തത് എ ആർ മേനോൻ. എ ആർ മേനോൻ എന്താണ്ടാ? എ ആർ മേനോൻ ആരോഗ്യമാണ്. ആരോഗ്യം. ഓക്കെ. അപ്പൊ ഇതാണ് EMS മന്ത്രിസഭ. 11 പേര്. ഓക്കെ. 11 പേരാണ് EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് അത് റേസ് ചെയ്ത് കളയാം. ഓക്കെ. 11 പേരാണ് EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. സി അച്യുത മേനോൻ ധനകാര്യം. കെ പി ഗോപാലൻ വ്യവസായം. കെ ആർ ഗൗരിയമ്മ റവന്യൂ എക്സൈസ്. കെ ആർ ഗൗരിയമ്മ. അടുത്ത് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം. ടി വി തോമസ് തൊഴിൽ ഗതാഗതം. അടുത്ത് പി കെ ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. ടി എ മജീദ് മരാമത്ത്, പൊതുമരാമത്ത് PWD. ഓക്കെ. അടുത്ത് കെ സി ജോർജ് വനം ഭക്ഷ്യം കെ സി ജോർജ്. അടുത്ത് വി ആർ കൃഷ്ണയ്യർ വൈദ്യുതി ഉണ്ട്, നിയമമുണ്ട്. ഓക്കെ.
അടുത്ത AR മേനോൻ. AR മേനോൻ എന്താണ്? AR മേനോൻ എന്താണ്ടാ? ആരോഗ്യം. ആരോഗ്യം. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണാം. എന്ത് കാണാം? പിള്ളേരെ, ചെങ്കോട്ട. റിസർവ് ബാങ്കിൽ പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയാണ്. ചെങ്കോട്ട കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. എന്നാൽ പെട്ടെന്ന് പറഞ്ഞേ. 10 രൂപ നോട്ടിൽ കാണുന്നത് 10 രൂപ. പിള്ളേരെ, 10 രൂപ കാണുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രം. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് 10 രൂപയിൽ നോട്ടിൽ കാണപ്പെടുന്നത് കേട്ടോ. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് 10 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. ഓക്കെ, പറടാ 20 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. പിള്ളേരെ, 20 രൂപ നോട്ടിൽ കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകൾ. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകളാണ് 20 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകൾ. ഓക്കെ, അടുത്ത് 50 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. 50 കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപി. ഓക്കെ, ഹംപി കർണാടക. 50 ഹംപി കർണാടക. ഓക്കെ, അടുത്ത് 100 രൂപ നോട്ടിൽ. 100 രൂപ നോട്ടിൽ ഗുജറാത്തിലെ റാണി കാ വാവ്. 100 റാണി കാ വാവ് കേട്ടാ. വാവ് എന്ന് പറഞ്ഞാൽ കിണറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഓക്കെ, അല്ല റാണിയുടെ വാവ എന്നല്ല ഉദ്ദേശിക്കുന്നത്. 200 എന്താ? 200 സാഞ്ചി സ്തൂപം എവിടെ ഉള്ളത്? സാഞ്ചി സ്തൂപം എവിടെയാ? സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം പണിയെടുപ്പിച്ചത് ആരാണ്? മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം പണിയെടുപ്പിച്ചത് ആരാ പിള്ളേരെ? അശോക ചക്രവർത്തി. മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം പണിയെടുപ്പിച്ചത് അശോക ചക്രവർത്തിയാണ്. ഓക്കെ, 500 നമ്മൾ പറഞ്ഞു. എന്താണ് 500? 500 ചെങ്കോട്ട ന്യൂഡൽഹിയിലാണ്. ചെങ്കോട്ട പണിയെടുപ്പിച്ചത് ആരാ? ചെങ്കോട്ട പണിയിപ്പിച്ചത് ഷാജഹാൻ. പിള്ളേരെ ഷാജഹാൻ ആണ്. 500 രൂപ നോട്ടിലുള്ള ചിത്രം ചെങ്കോട്ടയാണ്. ചെങ്കോട്ട പണിയിപ്പിച്ച ആരാണ്? ഷാജഹാൻ. ഓക്കെ, 2000 രൂപ നോട്ടിൽ എന്താ ഉള്ളത്? 2000 രൂപ നോട്ടില് 2000 രൂപ നോട്ടില് മംഗല്യാനുമുണ്ട്. പിന്നെ എന്തുണ്ട്? മംഗല്യാനുമുണ്ട്. പിന്നെ എന്തുണ്ടാ? നിങ്ങൾ എന്തുവാടേ, ഒന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. ചിപ്പുണ്ട്. ചിപ്പ് കണ്ടോ? മണ്ണിനിടയിൽ കുഴിച്ചിട്ടാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ, ചിപ്പ്. ഓക്കെ, ചിപ്പുള്ള നോട്ട് അറിഞ്ഞില്ല നിങ്ങൾ? ചിപ്പുള്ള നോട്ട് ഇറങ്ങിയെന്നും. ഓക്കെ, അതൊക്കെ ഒരു സംഭവമായിരുന്നു. എന്റെ ദൈവമേ, 2000 രൂപ നോട്ടിനൊക്കെ പിൻവലിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. ചുമ്മാ പറഞ്ഞാൽ ചിപ്പൊന്നും ഇല്ല. ഇനി അതൊന്നും എഴുതി വെക്കരുത് കേട്ടാ, പറയാൻ പറ്റൂല. മംഗല്യാൻ ചോദിക്കുമ്പോ മംഗല്യൻ മാത്രമല്ലല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക 2000 രൂപ നോട്ടിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മംഗല്യാൻ, പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ സാറ് പറഞ്ഞ ചിപ്പും കൂടെ ഉണ്ടെന്ന്. ഓക്കെ, ചിപ്പില്ല. അപ്പൊ ക്ലിയർ ആണല്ലോ, നോട്ടെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, 10 കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലാണ്. ഓക്കെ, 10 കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയാണ്. അടുത്ത് 20 എല്ലോറ ഗുഹകളാണ്. 50 ഹംപിയാണ്. 100 റാണി കാ വാവ് ഗുജറാത്തിലാണ്. 2000 സാഞ്ചി മധ്യപ്രദേശ് അശോക ചക്രവർത്തി പണിയിപ്പിച്ചു. ഓക്കെ, 500 ചെങ്കോട്ട ന്യൂഡൽഹിയിലാണ് ഷാജഹാൻ ചക്രവർത്തി പണിയിപ്പിച്ചു. 2000 മംഗല്യാൻ 2000 പിൻവലിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഓർത്തിരുന്നോ? ഇവിടെ അടുത്ത ചോദ്യം എവിടെ? ഓക്കെ, അപ്പൊ ആൻസർ ചെങ്കോട്ട. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2019 ലോക ക്രിക്കറ്റ് ജേതാക്കൾ ആരാ? 2019 ഇംഗ്ലണ്ട് ആണല്ലേ? ഇംഗ്ലണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടാണ്. 2023 ആരാ? 2023 ഓസ്ട്രേലിയയാണ്. ആരെ തോൽപ്പിച്ചു 2023 ഓസ്ട്രേലിയ ആരെ തോൽപ്പിച്ചത്? ഓസ്ട്രേലിയ തോൽപ്പിച്ചത് നമ്മുടെ ഇന്ത്യയാണ് തോൽപ്പിച്ചല്ലേ? ഓസ്ട്രേലിയ തോൽപ്പിച്ചത് നമ്മുടെ ഇന്ത്യയെ തോൽപ്പിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 2024 2020 ലോകകപ്പ്. 2024 2020 ലോകകപ്പ്
2024 2020 ലോകകപ്പ് ഇന്ത്യ നേടി ആരെ തോൽപ്പിച്ചു? 2024 2020 ലോകകപ്പ് ഇന്ത്യ നേടി ആരെ തോൽപ്പിച്ചു? സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചു അല്ലെ? സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചു. അതിനുശേഷം മൂന്ന് പേര് ഇന്ത്യൻ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. 3 സീനിയർ താരങ്ങൾ. ആരൊക്കെയാണ് 3 സീനിയർ താരങ്ങൾ? വളരെ രോഹിത് ശർമ്മ വിരമിച്ചു. ഓക്കെ. വിരാട് കോഹ്ലി വിരമിച്ചു. രവീന്ദ്ര ജഡേജ 3 താരങ്ങളാണ് വിരമിച്ചത്. രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി, അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മ. ഈ 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഗുസ്തിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയുണ്ട്. ആരാണ് 2024? അത് വിനേഷ് ഫോഗട്ടാണ്. വിനേഷ് ഫോഗട്ട് 2024 പാരീസ് ഒളിമ്പിക്സിനെ തുടർന്ന് അല്ലെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്തു? ഗുസ്തിയിൽ നിന്ന് വിരമിച്ചു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ 2019 ക്രിക്കറ്റ് ലോക ക്രിക്കറ്റ് ജേതാക്കള് ഇംഗ്ലണ്ടാണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ആരാണ്? ഫുട്ബോൾ ലോകകപ്പ് നേടിയ ആരാണ്? പറ. 2022 ഫുട്ബോൾ ലോകകപ്പ് നേടിയത് അർജന്റീനയാണ് നേടിയത്. അർജന്റീനയെ ഏത് നമുക്കിപ്പോ ചോദിച്ചു ഏത് വൻകരയിലാണ് അർജന്റീന എന്നാണ് ചോദിച്ചില്ല. ഏത് വൻകരയിലെന്നാണ് ചോദിച്ചത്? അർജന്റീന ഏത് വൻകരയിലാ പിള്ളേരെ? നമ്മുടെ സൗത്ത് അമേരിക്ക അല്ലെ? സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ. സൗത്ത് അമേരിക്കയിലാണ് അർജന്റീന. ഓക്കെ. തെക്കേ അമേരിക്കയിലാണ് അർജന്റീന. ഓക്കെ. അർജന്റീന തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ. അർജന്റീനയുടെ എത്രാമത്തെ ലോകകപ്പ് നേട്ടമാണിത്? ആർക്ക് പറയാം? അർജന്റീനയുടെ 3ാമത്തെ ലോകകപ്പ് നേട്ടമാണ്. അർജന്റീന ആദ്യമായി നേടിയ വർഷം പറ. അർജന്റീന ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം പറ. ഫുട്ബോൾ ലോകകപ്പ് നേടിയ വർഷം പറ. ഏത് വർഷം? 1978 ആദ്യമായി നേടി. പിന്നെ 1986 നേടി. പിന്നെ നേടുന്നത് 2022 അർജന്റീനയുടെ 3ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. മനസ്സിലായല്ലേ? അർജന്റീനയുടെ 3ാമത്തെ ലോകകപ്പ് കിരീടമാണ് കേട്ടോ. 78-86-2022 അർജന്റീന ലോകകപ്പ് നേടിയ വർഷങ്ങളാണ്. 78-86-2022. എങ്കിൽ പറ, അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? വളരെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു അർജന്റീനയുടെ ക്യാപ്റ്റൻ. എങ്കിൽ പറ, അർജന്റീനയുടെ പറഞ്ഞുതരാം, പുരസ്കാരം പറഞ്ഞുതരാം. അർജന്റീനയുടെ കോച്ച് ആരായിരുന്നു? അർജന്റീനയുടെ കോച്ച് ആരായിരുന്നു? അതും ഒരു ലയണൽ തന്നെയാണ്. ലയണൽ സ്കലോനി എന്ന് പറയും കേട്ടോ. ലയണൽ സ്കലോനി ആയിരുന്നു കോച്ച്. അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനിയും അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുമായിരുന്നു. ലയണൽ സ്കലോനി കോച്ച്, ലയണൽ മെസ്സി ക്യാപ്റ്റനുമായിരുന്നു. ഓക്കെ അല്ലടാ? ഓക്കെ. എങ്കിലേ പുരസ്കാരങ്ങളൊന്ന് പറ. ഗോൾഡൻ ബോള് ലഭിച്ചത് ആർക്കാണ്? ടൂർണമെന്റിലെ മികച്ച താരത്തിലുള്ള ഗോൾഡൻ ബോള് ലഭിച്ചത് മെസ്സിക്കാണ്. ഓക്കെ. ഗോൾഡൻ ബോള് ലഭിച്ചത് മെസ്സിക്കാണ്. ഇനി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണ്? ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് എംബപ്പയ്ക്കാണ്. കിലിയൻ എംബപ്പയ്ക്കാണ് കേട്ടോ. കിലിയൻ എംബപ്പ ലോക ഫൈനലില് ഹാട്രിക് നേടിയ താരമാണ് കിലിയൻ എംബപ്പ. കിലിയൻ എംബപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബപ്പയ്ക്കാണ്. ഓക്കെ. ഇനി മികച്ച ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് ആർക്കാണ്? ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് എമിലിയാനോ മാർട്ടീനസ് അല്ലെ? എമിലിയാനോ മാർട്ടീനസിനാണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത്. ഓക്കെ. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഈ ലോകകപ്പൊക്കെ വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഗോൾഡൻ ബോള് ഓർത്ത് വെച്ചോ പിള്ളേരെ. ഗോൾഡൻ ബോൾ ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ ലഭിച്ചത്. ഓക്കെ. അടുത്ത ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബപ്പയ്ക്ക്. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരത്തിനാണ് ഗോൾഡൻ ബൂട്ട് ലഭിക്കുന്നത്. അടുത്ത ഗോൾഡൻ ഗ്ലൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോളിക്കുള്ളതാണ് ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്നത്. അത് എമിലിയാനോ മാർട്ടീനസ്. അയാളും ഏത് രാജ്യക്കാരനാണ്? എമിലിയാനോ മാർട്ടീനസും അർജന്റീനക്കാരനാണ്. കിലിയൻ എംബപ്പെ ഫ്രാൻസ് ആണ്.
ഇനി ഒന്നും കൂടെ, മികച്ച യുവതാരമാരാണ്? മികച്ച യുവതാരം വളരെ മികച്ച യുവതാരവും അർജന്റീനക്കാരനാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച യുവതാരം അർജന്റീനക്കാരനായിട്ടുള്ള എൻസോ ഫെർണാണ്ടസ് ആണ് കേട്ടോ. അപ്പൊ എൻസോ ഫെർണാണ്ടസ്. അപ്പൊ അത്രയും ഒന്ന് ഓർത്തോണേ. ഓക്കെ. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കും, ചേരുമ്പടി ചേർക്കാനൊക്കെ ചിലപ്പോൾ എടുത്തിട്ടാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം കാസർഗോഡ്. സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടക അല്ലേ? കർണാടക. യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടക. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് പാർത്ഥി സുബ്ബനെയാണ്. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് പാർത്ഥി സുബ്ബനാണ്. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ? പാർത്ഥി സുബ്ബനാണ് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ, അത് ഓർത്തിരിക്കണേ. യക്ഷഗാനം, ഇതിന് മറ്റൊരു പേര് ബയലാട്ടം എന്നാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. പിള്ളേരെ യക്ഷഗാനം. ഓക്കെ, കണ്ണൂർ എന്തുണ്ടാ? കണ്ണൂര് തെയ്യം തിറ. തെയ്യത്തിനും തിറയ്ക്കും പേര് കേട്ട സംസ്ഥാനമല്ലേ? ജില്ലയാണ് കണ്ണൂർ. മനസ്സിലായ? തെയ്യത്തിനും തിറയ്ക്കും പേര് കേട്ട ജില്ലയാണ് ഏത്? കണ്ണൂർ. തെയ്യത്തിനും തിറയ്ക്കും പേരിട്ട ജില്ലയാണ് കണ്ണൂർ. ഓക്കെ, ശരി. വയനാട് ഒരു മന്ത്രവാദ കലാരൂപമുണ്ട്. വയനാടുള്ള മന്ത്രവാദ കലാരൂപമാണ് ഗദ്ദിക. വയനാടുള്ള മന്ത്രവാദ കലാരൂപമാണ് പിള്ളേരെ ഗദ്ദിക. വയനാടിലെ മന്ത്രവാദ കലാരൂപമാണ് ഗദ്ദിക കലാകാരൻ. കേരളത്തിലെ പ്രസിദ്ധനായ ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ. മനസ്സിലായ? കേരളത്തിലെ പ്രസിദ്ധനായ ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ. ഓക്കെ, ക്ലിയർ ആണ്? പാലക്കാട് എന്തുണ്ട്? പാലക്കാടിന്റെ തനതായ കലാരൂപമാണ് കണ്ണിയാർ കളി. പാലക്കാടിന്റെ തനതായ കലാരൂപമാണ് കണ്ണിയാർ കളി മാത്രമല്ല പാലക്കാടുള്ളത്, മീനാക്ഷി കല്യാണമുണ്ട്, തോൽപ്പാവക്കൂത്തുണ്ട്. ഇതെല്ലാം എവിടെയാണ് പിള്ളേരെ? നമ്മുടെ പാലക്കാടാണ് കേട്ടോ. അതായത് കണ്ണിയാർ കളിയുണ്ട്, മീനാക്ഷി കല്യാണമുണ്ട്, തോൽപ്പാവക്കൂത്തുണ്ട്. ഇതെല്ലാം എവിടെയാണ്? ഈ പാലക്കാടുള്ളത്. പിന്നെ നമ്മുടെ കുമ്മാട്ടി പാലക്കാട് കുമ്മാട്ടിയുമുണ്ട്, തൃശ്ശൂർ കുമ്മാട്ടിയുമുണ്ട് കേട്ടോ. പാലക്കാടും തൃശ്ശൂരും കുമ്മാട്ടിയുണ്ട് കേട്ടോ. ഓക്കെ, പാലക്കാടും തൃശ്ശൂരും കുമ്മാട്ടിയുണ്ട് കേട്ടോ. കുമ്മാട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. പടയണി എവിടെയാടാ? പടയണി പത്തനംതിട്ടയിലാണ്. പടയണി പത്തനംതിട്ടയിലാണ് പടയണി. ഓക്കെ, പടയണി കലാകാരനാണ് കടമനിട്ട രാമകൃഷ്ണൻ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ കാക്കാരിശ് നാടകം ട്രിവാൻഡ്രം. തിരുവനന്തപുരം. കാക്കാരിശ് നാടകം തിരുവനന്തപുരമാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കിയേ. മാർഗംകളിയൊക്കെ കോട്ടയമാണ്. ചവിട്ടുനാടകം എറണാകുളമാണ്. ഓക്കെ, എറണാകുളമാണ്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ശരി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി? ഏലകളി ആലപ്പുഴ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ്. നമുക്കറിയാം സജി ചെറിയാന്റെ വകുപ്പുകൾ സാംസ്കാരികമുണ്ട്, ഫിഷറീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു അക്കൗണ്ട് സാംസ്കാരികം, ഫിഷറീസ്, സിനിമയും അദ്ദേഹം തന്നെയാണ്. സാംസ്കാരികം, ഫിഷറീസ്, സിനിമയും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ പറയാൻ വന്നത്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇപ്പൊ വിവാദപ്പെട്ടിരിക്കുകയാണ്. സീരിയലുകളെ എൻഡോസൾഫാണെന്നൊക്കെ പറഞ്ഞ് നിഷേധിപ്പിച്ചത് ആരാ ചെയർമാൻ? ഇപ്പോഴത്തെ ചെയർമാൻ പ്രേംകുമാറാണ്. രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്തിനെതിരെ അലിഗേഷൻ വന്ന സമയത്ത് രഞ്ജിത്ത് രാജിവെച്ചിട്ട് ഇപ്പൊ പ്രേംകുമാർ എന്ത് ചെയ്തു? പ്രേംകുമാറായിരുന്നു ചെയർമാനായിട്ടിരുന്നത്. ചെയർമാനായിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഓക്കെ, അദ്ദേഹം സീരിയലുകളെ എൻഡോസൾഫാനെക്കാളും
പ്രശ്നം കൂടിയതാണെന്നും പറഞ്ഞ് വിശേഷിപ്പിച്ച് അങ്ങനെ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഓക്കെ, ക്ലിയർ ആണ്. എന്റെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ. പ്രേംകുമാർ. ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? അത് ഷാജിയൻ കരുണാണ് കേട്ടോ. ഷാജിയൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. ഓക്കെ, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജിയൻ കരുണം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇപ്പോൾ പ്രേംകുമാറുമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം ആർക്ക് പറയാം? പെട്ടെന്ന് പറ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം 1998. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998. ഓക്കെ. അടുത്ത് എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? വളരെ എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ് ആണ്. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ് ആണ്. KV തോമസ് ആണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ. ഓക്കെ. മീശ എന്ന നോവൽ രചിച്ചതാരാണ്? മീശ എന്ന നോവൽ മുരുകൻ കാട്ടാക്കട മലയാളം മിഷന്റെ ഡയറക്ടറാണ് കേട്ടോ. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ഓക്കെ. മീശ എന്ന നോവലാണ് എസ് ഹരീഷാണ്. എസ് ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചത്. ഈ എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന് 1-2 പോയിന്റ് പറയാനുണ്ട്. ഓക്കെ, അതായത് ഈ നോവലിന് 2022 എത്രാമത് വയലാർ അവാർഡ് ലഭിച്ചു? എത്രാമത് വയലാർ അവാർഡ്? വളരെ 46ാമത് വയലാർ അവാർഡ് ലഭിച്ചില്ലേ? 46ാമത് വയലാർ അവാർഡ് ലഭിച്ചു. 46ാമത് വയലാർ അവാർഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അത് മാത്രമല്ല ഈ മീശ എന്ന നോവലിന് 2020 JCB പുരസ്കാരവും ലഭിച്ചു. 2020 JCB പുരസ്കാരം ലഭിച്ചു. ഓക്കെ. 2020 JCB പുരസ്കാരം ലഭിച്ച കൃതിയാണ് മീശ. അതിനെ നമ്മുടെ ജയശ്രീ കളത്തിൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ, ജയശ്രീ കളത്തിൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷിലേക്ക് എഴുതി. മസ്റ്റാഷ് എന്ന പേരിൽ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് എഴുതി. ആ മസ്റ്റാഷ് എന്ന കൃതിക്ക് എന്ത് ലഭിച്ചു പിള്ളേരെ? JCB പുരസ്കാരം ലഭിച്ചു. അപ്പൊ 2020 JCB പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഏത്? മീശ, എസ് ഹരീഷിന്റെ മീശ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2024 JCB പുരസ്കാരം പ്രഖ്യാപിച്ചു 2 ദിവസം മുമ്പ്. എത്ര പേര് അപ്ഡേറ്റ് ആയി നോക്കട്ടെ? 2024 JCB പുരസ്കാരം പറടാ. കൊള്ളാം. 2024 JCB പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഉപമന്യു ചാറ്റർജി. ഓക്കെ. 2024 JCB പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഉപമന്യു ചാറ്റർജി കേട്ടോ. ഉപമന്യു ചാറ്റർജിയാണ് 2024 JCB പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തോണേ. 2022 46ാമത്തെ വയലാർ അവാർഡ് എസ് ഹരീഷിന് മീശ എന്ന നോവലിന് കിട്ടിയെങ്കിൽ 2023 47ാമത്തെ വയലാർ അവാർഡ് ആർക്കാ? 47ാമത്തെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. മനസ്സിലായ? ഓക്കെ, ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത്തെ അവാർഡ് കിട്ടിയത്. ജീവിതം ഒരു പെൻഡുലം. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, ജീവിതം ഒരു പെൻഡുലം എന്നതാണ് കൃതി. ഇത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. 47ാമത്തെ വയലാർ അവാർഡ് കിട്ടിയ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. ഓക്കെ. ഇനി അടുത്ത് 48ാമത്തെ പുരസ്കാരം 2024. വളരെ അശോകൻ ചരുവിൽ അല്ലെ? അശോകൻ ചരുവിൽ കൃതി ഏതാണ്? അശോകൻ ചരുവിലിന്റെ കൃതി ഏതാണ്ടാ? അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന രാഷ്ട്രീയ നോവലിനാണ് കിട്ടിയത്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന രാഷ്ട്രീയ നോവലിനാണ് 48ാമത്തെ വയലാർ അവാർഡ് കിട്ടിയത്. 48ാമത്തെ വയലാർ അവാർഡ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന രാഷ്ട്രീയ നോവലിനാണ്. അത് അശോകൻ ചരുവിൽ എഴുതിയതാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ വയലാർ അവാർഡ് പഠിക്കാനായിട്ട് ഹരിശ്രീ അശോകൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അതായത് 22 ഹരീഷ്, 23 ശ്രീകുമാരൻ തമ്പി, 24 അശോകൻ ചെരുവിൽ. അപ്പൊ ഹരിശ്രീ അശോകൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഹരിശ്രീ അശോകൻ അറിയത്തില്ലേ? ഹരിശ്രീ അശോകൻ മറ്റേ കാന ഹരിശ്രീയുടെ കാരണത്ത് നിങ്ങൾ മലയാളികളാണ്. ഓക്കെ, ശരി. ISR ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? പെട്ടെന്ന് പറഞ്ഞേ. ISR ഇപ്പോൾ ചെയർമാൻ എസ് സോമനാഥ്.
ഓക്കെ. യു വിമൽ കുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത മത്സര ഇനം ഏതാണ്? നമ്മൾ ഇന്നാൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിമൽ കുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച മത്സര ഇനം ഏതാ പിള്ളേരെ? ഏതാണ്? അത് ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. ഓക്കെ. അടുത്ത 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു ആണ്. PV സിന്ധുവിന് 2016 റിയോ ഡി ജനീറോ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ എന്ത് അവാർഡ് കിട്ടി? അവാർഡാ എന്തൊക്കെ പറയണത്? എന്ത് മെഡൽ കിട്ടി? വെള്ളി കിട്ടി. ഓക്കെ, ഞാൻ വരാം, ഇപ്പൊ വരാം. ഓക്കെ. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സില് വെള്ളി കിട്ടിയത്, സിൽവർ കിട്ടി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് കിട്ടി? 2020 ടോക്കിയോ ഒളിമ്പിക്സില് എന്തും കിട്ടി പിള്ളേരെ? ബ്രോൺസും കിട്ടി. അങ്ങനെ 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് ആര് മാറി? 2 ഒളിമ്പിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് PV സിന്ധു മാറി. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സില് സിൽവർ മെഡലും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്തും കിട്ടി? ബ്രോൺസ് മെഡലും കിട്ടി. PV സിന്ധുവിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ റെക്കോർഡല്ല നമ്മുടെ ഇവര് മറികടന്നത്. നമ്മുടെ മനു ഭക്കർ ഒരു ഇതിൽ തന്നെ ആ റെക്കോർഡല്ല മറികടന്നത്. 2 മെഡൽ കിട്ടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഇപ്പോഴും PV സിന്ധു തന്നെയാണ്. മനസ്സിലായി? 2 മെഡൽ കിട്ടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു തന്നെയാണ്. എന്നാൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ, സ്വതന്ത്ര ഇന്ത്യയില് 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരമായി മനു ഭക്കർ മാറി അല്ലേ? മനു ഭക്കർ. ഓക്കെ. അടുത്ത മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യമുണ്ട്, സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യമുണ്ട്. പൊതുമേഖലയ്ക്കും പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം. ഓപ്ഷൻ സി 1 and 2. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പെടുന്നുണ്ട്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പെടുന്നുണ്ട്. CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR എന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. അതും പെടുന്നുണ്ട്. പെടാത്തത് CISR ആണ് കേട്ടോ. CISR. ഓക്കെ. ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓക്കെ. അപ്പൊ അത് 3ഉം പെടുന്നുണ്ട് പിള്ളേരെ. CISR ആണ് പെടാത്തത്, ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക സോവിയറ്റ് യൂണിയൻ. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് വിക്ഷേപിച്ചത്? അഗ്നി പ്രൈം മിസൈൽ വിക്ഷേപിച്ചത് പിള്ളേരെ ഒഡീഷയിൽ നിന്നാണ്. കാരണം നമ്മുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഇവിടെയാണ്. നമ്മുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയില് ചാന്ദിപൂരിലെ ബീലർ ദ്വീപ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ദ്വീപിലാണ്. മനസ്സിലായ? ഒഡീഷയില് ചാന്ദിപൂരില് ബീലർ ദ്വീപ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് ഈ പറയുന്ന മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഉള്ളത്. സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷ ചാന്ദിപൂർ. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേരെന്താണ്? വളരെ ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര് കേരള നടനം എന്നാണ്. കേരള നടനം ഗുരു ഗോപിനാഥ്. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? പിള്ളേരെ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. അമ്മന്നൂർ മാധവ ചാക്യാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? കഥകളിയുടെ പിതാവ്. വളരെ കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഓക്കെ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആര്? ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ. കൂടിയാട്ടം അമ്മന്നൂർ മാധവ ചാക്യാർ. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടംതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കേരള നടനം ഗുരു ഗോപിനാഥ്. എയർബാൾ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വളരെ എയർ ബാള്, ബാസ്കറ്റ് ബാൾ അല്ലെ, എയർ ബാള്, ബാസ്കറ്റ് ബാള്. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ടയെ ബന്ധപ്പെട്ടൊക്കെ ഞാൻ മുമ്പത്തെ വർക്കുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ഈ വരികൾ ആരെഴുതിയതാണ്? അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ഈ വരികൾ ആരെഴുതിയതാണ്? ഓക്കെ, തിരിച്ചോണ്ടിരിക്കുകയുള്ളൂ അല്ലേ കിട്ടിക്കഴിഞ്ഞാൽ. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്, ഇതൊക്കെ നമ്മൾ SCERT നമ്മളെ മലയാളത്തിലുണ്ട്, സ്കൂൾ ടെക്സ്റ്റിൽ അതിലുണ്ട്. നമുക്ക് അതിൽ നിന്നൊക്കെ ഉള്ളതാണ്. ആടാ പിള്ളരെ, ONV കുറുപ്പിന്റെ വരികളാണ്. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് കേട്ടാ. ONV കുറുപ്പിന്റെ വരികളാണ്, ONV കുറുപ്പിന്റെ വരികളാണ് കേട്ടാ. ഓക്കെ, അത് നമ്മളെ SCERT ഉണ്ടാ, മറ്റേ മലയാളം ആ ടെക്സ്റ്റിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കെന്നാണ് ചോദ്യം. ജ്ഞാനപീഠ അവാർഡ് വയലാർ രാമവർമ്മക്ക് കിട്ടിയിട്ടില്ല. MD വാസുദേവൻ നായർ കിട്ടിയിട്ടുണ്ട്. വർഷം പറയണം. MD വാസുദേവൻ നായർ കിട്ടിയ വർഷം ആർക്ക് പറയാം? MD വാസുദേവൻ നായർ 95. ഓക്കെ. ജി ശങ്കരക്കുറുപ്പിന്റെ വർഷം പറ. ജി ശങ്കരക്കുറുപ്പിന്റെ വർഷം. ജി ശങ്കരക്കുറുപ്പ് 65. ഓക്കെ. അക്കിത്തത്തിന് ലഭിച്ച വർഷം പറ. അക്കിത്തം 2019. അക്കിത്തം 2019. ഓക്കെ. അങ്ങനെയാണെങ്കിൽ SK പൊറ്റക്കാടിന് ലഭിച്ച വർഷം പറ. SK പൊറ്റക്കാട് 1980. SK പൊറ്റക്കാട് 1980. ഓക്കെ. തകഴി വർഷം പറ. തകഴി 1984. തകഴി 1984. ഇനി ഒരാളും കൂടെ ആരാ? ONV കുറുപ്പ് വർഷം പറ. ONV കുറുപ്പ് വർഷം. ONV കുറുപ്പ് 2007. ONV കുറുപ്പ് 2007. ഓക്കെ. ഇപ്പൊ ഈ വർഷങ്ങൾ ഓർത്ത് വെച്ചോണം. 65 ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായി ലഭിച്ചു. 80 SK പൊറ്റക്കാടിന് രണ്ടാമതായി ലഭിച്ചു. 84 തകഴിക്ക് മൂന്നാമതായി ലഭിച്ചു. 95 MD വാസുദേവൻ നായർക്ക് നാലാമതായി ലഭിച്ചു. 95 MD വാസുദേവൻ നായർക്ക് നാലാമതായി ലഭിച്ചു. 2007 ആർക്ക്? ONV കുറിപ്പിൽ ലഭിച്ചു. ഓക്കെ. 2019 അക്കിത്തത്തിന് ലഭിച്ചു. 2019 അക്കിത്തത്തിന് ലഭിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. യക്ഷഗാനം എന്ന ഇത് നേരത്തെ ചെയ്തില്ല. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല പെട്ടെന്നായിക്കോട്ടെ. കാസർഗോഡ്. ഓക്കെ. 1993 മുതൽ 2011 വരെയുള്ള ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? നല്ലൊരു പ്രീവിയസ് ചോദ്യമാണ്, പക്ഷെ സ്കൂൾ ടെക്സ്റ്റിൽ 93 മുതൽ 2011 വരെയുള്ള ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് പിള്ളേരെ? ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും. ഓക്കെ, ഓപ്ഷൻ സി. ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും തൊഴിൽ ലഭ്യത കൂടി വരുന്നു. പ്രാഥമിക മേഖല കൃഷിയാണ്. കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് യന്ത്ര സാമഗ്രികളും മറ്റുമൊക്കെ വരുന്നത് കൊണ്ട് അവിടുത്തെ തൊഴിൽ ലഭ്യത കുറയുകയാണ് ചെയ്യുന്നത്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എന്ത് ചെയ്തു പിള്ളേർ? തൊഴിൽ ലഭ്യത കൂടി വരികയാണ്. പിന്നെ മറ്റേ പ്രജനന തൊഴിലില്ലായ്മ എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് കാണപ്പെടുന്ന കാർഷിക മേഖലയിലാണ് കേട്ടാ. ഞാൻ പറഞ്ഞുതരാം. പ്രജനന തൊഴിലില്ലായ്മ എന്ന് പറയും കേട്ടാ. ഓക്കെ. അടുത്ത്, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങൾ ഏതിനെ സൂചിപ്പിക്കുന്നു? ഇപ്പൊ നമുക്ക് ഇപ്പോഴും ചോദിച്ചു ആ ചോദ്യം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് എന്താണ്ടാ? സാമ്പത്തിക വളർച്ച. ഓക്കെ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? കഴിയാറായി. 4 ദിവസം കൂടെ എളുപ്പം കഴിയും. ഓക്കെ. ഏതാണ്ടാ? മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ദാരിദ്ര്യക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി മുമ്പ് ചെയ്ത തന്നെ. ദാരിദ്ര്യക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതി അന്ത്യോദയ അന്ന യോജനയാണ്. അന്ത്യോദയ അന്ന യോജന. ഓക്കെ. അന്നപൂർണ പദ്ധതി എന്ന് വെച്ചാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള 65 വയസ്സിന് പ്രായമുള്ളവർക്ക് 10 കിലോഗ്രാം അരി വീതം ലഭിക്കുന്നതാണ് അന്നപൂർണ പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് 10 കിലോഗ്രാം അരി ലഭിക്കുന്നതാണ് അന്നപൂർണ. അടുത്ത, തെറ്റായ ജോഡി.
ഒന്നും കിട്ടണല്ലേ? ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം, സമയം കുറവാണ്. തിരയും ചുഴിയും തെറ്റാണ്. തിരയും ചുഴിയും എഴുതിയത് എസ് ഗുപ്തൻ നായരാണ്. എസ് ഗുപ്തൻ നായർ. ഇതൊക്കെ ഞാൻ നിനക്ക് LD-ക്ക് വേണ്ടി പഠിപ്പിച്ചിരുന്ന സാധനങ്ങളാണ്, ഒറ്റയാണെന്ന് ഓർമ്മയില്ല. ഓക്കെ, തിരയും ചുഴിയും ആരാണ്? എസ് ഗുപ്തൻ നായരാണ്. എസ് ഗുപ്തൻ നായർ. ഓക്കെ, തിരയും ചുഴിയും എസ് ഗുപ്തൻ നായർ. ഈ പേര് ഇതൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ പറയുന്ന ഓർമ്മയുണ്ടാണ് നിനക്കൊക്കെ? ഓക്കെ, ആ ഓർക്കണ്ടേ? ഇതൊക്കെ ഓർത്ത് വെച്ചാൽ നിനക്ക് കൊള്ളാം. ഓക്കെ, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം അല്ലെ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഒഡീസി. ശില്പം ഒഡീസിയാണ്. ശില്പം ഒഡീസിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ്? മിൻഡേനെറ്റ. വളരെ മിൻഡേനെറ്റ എന്നറിയപ്പെട്ടിരുന്ന കായിക രൂപം വോളിബോൾ. ഏതാണ്? വോളിബോൾ ആണ് മിൻഡേനെറ്റ കേട്ടോ. മിൻഡേനെറ്റ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? വോളിബോൾ ആണ്. പിങ് പോങ്. പിങ് പോങ് എന്താ? പിങ് പോങ്. പിങ് പോങ് എന്നറിയപ്പെട്ടിരുന്ന കായിക രൂപം പിങ് എടുത്തോ. പിങ് പോങ്. വളരെ പിങ് പോങ് ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. പിങ് പോങ് ടേബിൾ ടെന്നീസ് ആണ്. പിങ് പോങ് ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ്. ഓക്കെ, അടുത്ത സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരെന്നാണ് ചോദ്യം. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം. വളരെ അയ്യത്താൻ ഗോപാലനാണ് ആൻസർ. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്. അയ്യത്താൻ ഗോപാലനാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ നമുക്ക് എത്ര ചോദ്യം ഉണ്ടായെന്ന് കേട്ട് കഴിഞ്ഞാല് 76 76 76 അല്ലെ 77 അല്ലേ? 77 77 5 അല്ലേ? 77 78 79 80 81 81 ചോദ്യം. 81, അതായത് നമുക്ക് 50 നമ്മൾ തുടങ്ങി, 51 തുടങ്ങി. ഓക്കെ, 31 ചോദ്യം ഉണ്ട്. 31. ഓക്കെ, ശരി. 31 മാർക്കുകളൊന്ന് കമന്റ് ചെയ്തേടാ. മാർക്ക് അതായത് ഞാനൊരു കട്ട് ഓഫ് പറയാം. 31 ആകുമ്പോ ഒരു 23 പ്ലസിന് എല്ലാവരും കമന്റ് ചെയ്തോ. 23 പ്ലസ് എല്ലാവരും കമന്റ് ചെയ്തോ. ഓക്കെ, 29.66 ഹയസ്റ്റ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോ. ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഗ്രൂപ്പിൽ തരാം. മാർക്ക് നോക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ലെഫ്റ്റ് ആയിക്കോ. ബൈ ബൈ, ടാറ്റ.